ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വോട്ടെടുപ്പിന് ഇനി 15 ദിവസം മാത്രം. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. 2026 ധനകാര്യ ബിൽ ലോക്സഭ പാസാക്കി. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതായും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG ഉപഭോക്താക്കൾക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 15 ദിവസങ്ങൾ മാത്രം. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഇന്ന് വൈകിട്ടത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിലായി 985 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 357 പത്രികകളാണ് നിരസിച്ചിട്ടുള്ളത്. ചില സ്ഥാനാർത്ഥികൾ ഒന്നിലധികം പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ 1757 പത്രികകളാണ് ആകെ സ്വീകരിച്ചിട്ടുള്ളത്. 11 പേർ ഇതിനകം പത്രിക പിൻവലിച്ചിട്ടുമുണ്ട്. പത്രിക പിൻവലിക്കൽ അടക്കമുള്ള ഔപചാരിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉള്ളപ്പോഴും മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നേറുകയാണ്. സംസ്ഥാനത്ത് അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും സംസ്ഥാനത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളെ അടക്കം എത്തിച്ചുള്ള പ്രചാരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു പോവുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖർഗെ, സച്ചിൻ പൈലറ്റ് എന്നീ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന UDF റാലിയിൽ പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഈ മാസം 29-ന് തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VD സതീശൻ ഇന്ന് ഒറ്റപ്പാലത്ത് പ്രചാരണം നടത്തി. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി നാളെ കോഴിക്കോട് റോഡ് ഷോയിൽ പങ്കെടുക്കും. ശക്തമായ പ്രചാരണമാണ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. കടുത്ത ചൂടിനെ അവഗണിച്ചും മികച്ച ജനപങ്കാളിത്തമാണ് പ്രചാരണ യോഗങ്ങളിൽ ദൃശ്യമാകുന്നത്. കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ അറിയിച്ചു. ആകെ 21,76,984 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. മാർച്ച് 15 വരെ അപേക്ഷ നൽകിയവരെ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. ജില്ലയിലെ വോട്ടർ പട്ടിക, പോളിംഗ് സ്റ്റേഷനുകൾ, ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയും പൂർത്തിയായി. ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 36,32,210 ആണ്. ജില്ലയിലാകെ 3,682 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 80 വനിതാ സൌഹൃദ ബൂത്തുകളും 48 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. 3 ബൂത്തുകൾ ഭിന്നശേഷിക്കാരാണ് നിയന്ത്രിക്കുക. 15 ഇടങ്ങളിലായി 43 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട പരിശീലനം നാളെ പൂർത്തിയാകും. നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ 9 കേന്ദ്രങ്ങളിലാണ് പരിശീലനം നടക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ അമിത് ഷാ, S. ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും മുകുൾ വാസ്നിക്, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റ് സമുച്ചയത്തിലാണ് യോഗം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബിൽ ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. ബില്ലിന്മേലുള്ള ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ മറുപടി നൽകി. 2025 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബില്ലും ലോക്സഭ പരിഗണിച്ചു. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിനുള്ള പ്രമേയം കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി ഹർഷ് മൽഹോത്ര രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ അംഗീകാരം നൽകിയ ബിൽ രാജ്യസഭയും ഇന്ന് പാസാക്കുകയായിരുന്നു.
ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ പുനർനിർവചിക്കുകയും ലിംഗസ്വത്വം സ്വയം പ്രഖ്യാപിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തുകയും ചെയ്യുന്ന ബിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് പാർലമെന്റ് പാസാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ളതായും റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ പമ്പുകളിൽ ഇന്ധനമെത്തിക്കുന്ന ടെർമിനലുകളിൽ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയതല വാർത്താസമ്മേളനത്തിൽ അവർ അറിയിച്ചു. हमारे पास पेट्रोल और डीजल पर्याप्त मात्रा में उपलब्ध है. कहीं पर भी किसी पेट्रोल पंप पर कोई कमी नहीं है. पेट्रोल पंप को सप्लाई करने वाले टर्मिनल्स पर भी पर्याप्त मात्रा में उपलब्ध है. इसलिए अफवाहों पर विश्वास न करें और पैनिक बाइंग से बचें. मैं ये भी बताना चाहती हूँ कि पेट्रोल और डीजल के प्राइस में कोई बढ़ोतरी नहीं की गई है. പെട്രോൾ ഡീസൽ വിലയിൽ വർധനയുണ്ടായിട്ടില്ലെന്നും തെറ്റായ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ LPG ഉപഭോക്താക്കൾക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കരിഞ്ചന്ത, അധിക വില ഈടാക്കൽ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ ജില്ലകളിൽ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് LPG വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം നിയന്ത്രിത രീതിയിലായിരിക്കും. സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിർദ്ദിഷ്ട മേഖലകൾക്ക് മുൻഗണന നൽകിയായിരിക്കും വിതരണം. ആശുപത്രികൾ, അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള മുൻഗണനാ മേഖലകളുടെ LPG ആവശ്യകത പൂർണ്ണമായും നിറവേറ്റും. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്യാന്റീനുകൾ തുടങ്ങിയ അർദ്ധ മുൻഗണന മേഖലകൾക്ക് പ്രത്യേക ഇളവ് നൽകി യഥാർത്ഥ ആവശ്യകതയുടെ 40% ലഭ്യമാക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. വിതരണ നിരീക്ഷണം, മുൻഗണനാ വിതരണം എന്നിവ ഈ കമ്മിറ്റികൾ ഉറപ്പാക്കും. നിയമന ലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിഭ്രാന്തി മൂലമുള്ള LPG ബുക്കിംഗ് ഒഴിവാക്കണമെന്നും വ്യാജ വിപണി, കരിഞ്ചന്ത, അധിക വില ഈടാക്കൽ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, പക്ഷിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് 13 പോസിറ്റീവ് കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പക്ഷികളെ കൊല്ലുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ചെറുവത്തൂരിൽ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായമില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വോട്ടെടുപ്പിന് ഇനി 15 ദിവസം മാത്രം. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബിൽ സഭ പാസാക്കി. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതായും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG ഉപഭോക്താക്കൾക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.